ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റൊമേനിയൻ മല്ലൂസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചു. ഇതൊക്കെ മെസ്സേജ് അയച്ചതിൻ്റെ ബേസിസിലാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. കാരണം കുറേ പേർക്ക് ഇതിനെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരിതുണ്ടാവും. അപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ റൊമേനിയയിലേക്ക് മെയിനായിട്ട് വരുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളെ നാട്ടിലെ ചാർജർ ഇവിടുത്തെ പ്ലഗിൽ പോവില്ല. വരുന്ന സമയത്ത് EU അഡാപ്റ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. EU അഡാപ്റ്റർ നമ്മളെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചാർജിങ് കുറച്ച് പാടുള്ള പരിപാടിയാണ്. എൻ്റെ ചാർജറൊന്നും ഇവിടെ ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ EU അഡാപ്റ്റർ വാങ്ങുക. പിന്നെയെന്ന് വെച്ചാൽ മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല, മട്ടൻ മസാല, സാമ്പാർ പൊടി, ഇങ്ങനത്തെ നമ്മളെ നാട്ടിൽ നമ്മളുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ, മസാലപ്പൊടികൾ. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി ഇവിടെ ഭയങ്കര പൈസയാണ്. മുളക് പൊടിക്ക് ഇവിടെ എരിവുണ്ടാവില്ല. നമ്മളെ പാപ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണക്കി പൊടിച്ചിട്ടാണ് ഇവിടുത്തെ മുളക് പൊടി. ഒരിത്തിരി പോലും എരിവ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ട. അതുകൊണ്ട് മുളക് പൊടി നിങ്ങൾ മാക്സിമം കൊണ്ടുവരിക. മഞ്ഞപ്പൊടി, പിന്നെ പുളി നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിലായാലും മീൻകറി ഉണ്ടാക്കണമെങ്കിൽ പുളി, ഈ സാധനം കൊണ്ടുവരിക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ ഇവിടുത്തെ മിക്സർ ഗ്രൈൻഡർ എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ കൊണ്ടുവന്നാൽ മതിയേ. മിക്സർ ഗ്രൈൻഡർ എന്ന് പറയുന്ന ഒറ്റ ഇതേ ഉണ്ടാവുള്ളൂ, ജാറേ ഉണ്ടാവുള്ളൂ. 2 ജാറൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നു ജ്യൂസിന്റെ ജാറ്, ജ്യൂസ് അടിക്കുന്ന ജാറാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ദോശയ്ക്ക് മാവ് അരയ്ക്കാനും പിന്നെ പൊടിക്കാൻ വേറെ, മറ്റേതിന് വേറെ എന്നൊക്കെ പറഞ്ഞതാക്കുമല്ലോ. അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 3 ജാറുള്ളൊരു മിക്സർ ഗ്രൈൻഡർ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ ഇതാക്കുക. പിന്നെ എൻ്റെ ഭർത്താവ് ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുക്കർ, ഇവിടെ കുക്കറില്ല കേട്ടോ. കുക്കർ ഞാൻ കണ്ടിട്ടില്ല. വേറെ ടൈപ്പ് സാധനം ഉണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ. അത് വലുതാണ്. ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു കുക്കർ മതിയില്ല. ആ കുക്കർ കൊണ്ടുവരിക. പിന്നെ മെയിനായിട്ട് വേണ്ടത് ബിരിയാണി മസാലാസൊക്കെ അറിയാം. പിന്നെ മെയിന് മരുന്നുകൾ, അതായത് വിക്സ്, ബാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുക. കാരണം ഇവിടെ വന്നപാട് എന്തായാലും ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നെ ഒരു പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വിക്സൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ തലയിൽ തേക്കുന്നത്. ഉണ്ടാവുമായിരിക്കും, പക്ഷെ നല്ല പൈസയായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് വിക്സ്, ബാം, ടൈഗർ ബാം കാര്യങ്ങൾ കൊണ്ടുവരിക. പിന്നെ പല്ല് വേദനേൻ്റെ മരുന്ന്, പിന്നെ അത്യാവശ്യം ഉള്ള വയറുവേദന, ഛർദി, അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ കൊണ്ടുവരിക. കാരണം എത്തിയപാട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ജെറ്റ് ലാഗിൻ്റെ കാര്യം കൊണ്ടൊക്കെ ക്ഷീണവും അല്ലെങ്കിൽ ഛർദിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അത് കൊണ്ടുവരിക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ജാക്കറ്റ്. ഇപ്പോൾ നിങ്ങൾ ഒരു വിൻ്റർ സമയത്താണ് വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജാക്കറ്റും, സമ്മർ സീസണിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് വേണ്ട ഒരു നോർമൽ വലിയ ജാക്കറ്റ്, ഇതുപോലത്തെ ജാക്കറ്റൊന്നും വേണ്ട, പക്ഷേ കുറച്ച് അത്യാവശ്യം തണുപ്പ് സഹിക്കാൻ പറ്റുന്ന ഒരു ജാക്കറ്റ്. പിന്നെ വിൻ്റർ സമയമാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് മേടിക്കുക. ഇവിടെ വിൻ്റർ സമയത്ത് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പം മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിലുള്ള പോലെ ഷർട്ട്സ് ഇല്ലേ, നമ്മൾ ഷർട്ട് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്ന കുറവാണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയാലും കമ്പനിയിൽ വർക്കിന് പോകുമ്പോൾ ടീഷർട്ടാണ് യൂസ് ചെയ്യുക. അതാണ് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയാലും നമുക്ക് ജോലിക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഇട്ട് പോകുന്നതാണ് ഒരു സുഖം. പിന്നെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, ഷർട്ട് യൂസ് ചെയ്യാം. പക്ഷേ ടീഷർട്ട്സ് കുറേയൊക്കെ നമ്മൾ നാട്ടിൽ കുറച്ചും കൂടെ എനിക്ക് കിട്ടും തോന്നുന്നു. ഇവിടെ ഉള്ള ടീഷർട്ടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഉണ്ട്, കിട്ടാനുണ്ട്. പക്ഷേ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ കുറേയൊക്കെ സുഡിയോ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ റേറ്റ് കുറവായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ നമുക്ക് വേണ്ടത് ഈ സൂചി നൂലൊക്കെ വേണമെങ്കിൽ എടുത്തോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തോ. അച്ചാറ്, വെളിച്ചെണ്ണ, ഓ മൈ ഗോഡ്, അത് മറന്നുപോയി. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര പൈസയാണ്. അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ടുവന്നോളൂ. അത് നമ്മളെ ചെക്കിൻ ബാഗിലൊക്കെ ആക്കി കൊണ്ടുവരേണ്ടി വരും. ലിക്വിഡൊക്കെ കണ്ട സീനായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കുക. വെളിച്ചെണ്ണയൊക്കെ നിർബന്ധം കേട്ടോ. കാരണം ഇവിടുത്തെ പൈസ കണ്ടാൽ നമുക്ക് വാങ്ങാൻ തോന്നില്ല. നമ്മൾ ഇവിടുത്തെ ഓയിൽ തന്നെ യൂസ് ചെയ്തു പോകും. വെളിച്ചെണ്ണ, പിന്നെ അച്ചാറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. ഉണക്കിയെടുക്കുന്ന പരിപാടിയുണ്ട്, കറിവേപ്പില ഉണക്കിയിട്ട് അല്ലെങ്കിൽ കറിവേപ്പില നമ്മളെ ഈ ഇതിനകത്ത് നമ്മളെ സിപ്ലോക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. കറിവേപ്പിലൊക്കെ എടുത്തോളൂ. പിന്നെ മല്ലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾ എന്തായാലും കൊണ്ടുവരില്ലോ. മസാല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക്
അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇവിടെ എത്തിയതിനു ശേഷം നിങ്ങൾ പേടിക്കണ്ട, ഇന്ത്യൻ പോസ്റ്റൽ വഴി നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ അയക്കാം. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇല്ലാത്ത സാധനങ്ങളിൽ തീർന്നു പോകുന്ന സാധനങ്ങൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇന്ത്യൻ പോസ്റ്റൽ വഴി സ്പീഡ് പോസ്റ്റ് ത്രൂ അയച്ചതാണ്. അതിന് വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതിനകത്ത് ലിക്വിഡ് ഐറ്റംസ് പറ്റില്ല, അല്ലാത്ത സാധനങ്ങൾ പൊടിവർഗ്ഗങ്ങളൊക്കെ നമുക്ക് അയക്കാം. അതിനകത്ത് അരിപ്പൊടി അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നാട്ടിൽ നിന്ന് പൊടിച്ച് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളെ വെള്ളം കവറിൻ്റെ അകത്ത്, നമ്മളെ ട്രാൻസ്പെറൻറ്റ് കവറിൻ്റെ അകത്തൊക്കെയല്ലേ നമ്മളിട്ട്, അത് മാക്സിമം ഒഴിവാക്കുക. പാക്കറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഡബിൾ ഹോസിൻ്റെ അല്ലെങ്കിൽ അജ്മീൻ്റെ പുട്ടുപൊടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ കൊണ്ടുവരിക. കാരണം ഇവർ ചില ആൾക്കാരത് പൊട്ടിച്ചിട്ട് മറ്റേ വെള്ളപ്പൊടി ആയതുകൊണ്ട് MDMA ആണെന്ന് വിചാരിച്ചിട്ട് ആ സാധനം പൊട്ടിച്ച് നോക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് ഫുള്ള് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതൊരു പെട്ടെന്നൊരു വീഡിയോയിൽ, ഒരു ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.